മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും അധികം അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒട്ടും സമയമില്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ എനിക്കിന്ന് ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാലക്കാടൊന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ രാവിലെ ഒന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. രാവിലെ ഇന്നിപ്പോൾ പുട്ടും ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറാണ്. ഇന്നലെ വൈകുന്നേരം തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ ഒരു എന്താ പറയുക സമയക്കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെയൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ട്. മക്കൾ സ്കൂളിൽ പോയി, ഏട്ടൻ വർക്കിന് പോയി, ഞാനിതാ പാലക്കാട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വായനാ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്തിലൊരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സാക്ഷരതൻ്റെ ഒരു മീറ്റിങ്ങും ബുക്ക് പ്രകാശനം ചെയ്യലും ഒക്കെ ഉണ്ട്. ജില്ലാ കളക്ടറൊക്കെ വന്നിട്ട് അപ്പോൾ അതിന് പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൻ്റെ അവിടെ നിന്ന് വന്നത്. പിന്നെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി പറയുകയും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചുക്കാൻ പിടിക്കുകയും ചെയ്ത അപ്പോൾ എന്നും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ഇങ്ങനെ പോട്ടെ അല്ലേ. അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എത്തുമ്പോഴത്തേക്കും. പിന്നെ പ്രസംഗവും കാര്യങ്ങളൊക്കെ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. പിന്നെ സത്യപ്രതിജ്ഞ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തു. പിന്നെ വായനാ ദിനമായതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, ബുക്ക് പ്രകാശനമൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു 1:30 വരെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്ന്. അതിനിടയ്ക്ക് നമുക്കിതാ ചായയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചായയും ബിസ്ക്കറ്റും കേട്ടോ. ബിസ്ക്കറ്റ് തന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയാണ് ചായ കിട്ടിയത്. അതുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ നേരത്തെ കഴിച്ചെടുത്തു. പിന്നെ ലാസ്റ്റ് സെമിനാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എഴുതിയെടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്തായാലും 1:45 നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് ഒരു ഹോട്ടൽ അങ്ങനെ കണ്ടുപിടിച്ചു. മൈതാനത്തിൻ്റെ കുറച്ച് അടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ തപ്പിപ്പിടിച്ച് ഒരു ഹോട്ടലൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ എന്തായാലും അവിടെ കഴിക്കാനായിട്ട് വന്നു. അപ്പം ഞങ്ങളൊരു 5 പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിക്കാനായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എല്ലാവർക്കും ബിരിയാണി. അപ്പോൾ വല്ലപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമ്പോഴല്ലേ നമ്മളെ ഒരുമിച്ച് ഇങ്ങനെ കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ ഒട്ടും കുറച്ചില്ല. ഞങ്ങൾ എന്തായാലും ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ പുതിയതാണ് കേട്ടോ. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം മനസ്സിന്. പിന്നെ അങ്ങനെ നമ്മളിതാ ബിരിയാണി നമ്മൾ റാവുത്തർ ബിരിയാണി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ ചിക്കൻ ബിരിയാണിയും ഒക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും അങ്ങനെ പുറത്ത് വരുന്ന സമയത്താണ് അറിഞ്ഞത് ഇന്നാണ് ഉദ്ഘാടനം എന്ന്. അപ്പോൾ അവിടെ നിന്ന് മുട്ടായിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മുട്ടായി മാത്രമേ ഉള്ളൂ. അങ്ങനെ അതും കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പിന്നെ ഓർത്തു നമ്മൾ കോട്ട മൈതാനം വരെ വന്നിട്ട് ഇങ്ങനെ കോട്ടൻ്റെ ഉള്ളിൽ കയറാണ്ട് പോകുക അല്ലേ. അപ്പോൾ അധികമൊന്നും നമ്മൾ ഇപ്പോഴൊന്നും അങ്ങനെ വരാറില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ മക്കൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും കേട്ടോ. ഇടയ്ക്കൊക്കെ വന്നിട്ട് പോകണതാണ്. ഇപ്പോൾ ഒന്നും അധികം വരാറില്ല. കുറേ ആയി ഇതിനകത്തൊക്കെ വന്നിട്ട്. അപ്പോൾ ഈ ഒരു പാലക്കാട് കോട്ട മൈതാനം എന്ന് പറയുന്നത് പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ഇത് സ്ഥിതി ചെയ്യണത്. ഈ ഒരു പാലക്കാട് കോട്ട മൈതാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പണ്ട് മൈസൂർ രാജാവായ ഹൈദരാലി 1766 പണി കഴിപ്പിച്ച ഒരു കോട്ടയാണ് കേട്ടോ ഇത്. അതിനുശേഷം ടിപ്പു സുൽത്താൻ അതായത് ബ്രിട്ടീഷുകാർ വന്നിട്ട് പിടിച്ചടക്കി എന്നൊക്കെയാണ് പറയണത്. പിന്നീട് ബ്രിട്ടീഷുകാർ പുനരുദ്ധാരണം ചെയ്ത് പല വീരകഥകളും ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു പാലക്കാട് കോട്ട ഇന്ന് ഭാരതത്തിൻ്റെ പുരാവസ്തു സംരക്ഷകരാണ് കേട്ടോ ഇത് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് പോയി വെച്ചാൽ കാണാൻ നല്ല കാഴ്ചകളും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കോട്ട മൈതാനത്തിനകത്ത് ജയിൽ വരെ ഉണ്ട് കേട്ടോ. ജയിലും ജയിൽ പുള്ളികളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഈ ഒരു പാലക്കാട് കോട്ട പാലക്കാട്ടുകാരൻ്റെ മാത്രമല്ല ഒരു കേരളത്തിലെ അഭിമാനമായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അത്രയും
എന്താ പറയുക, വീരകഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഒരു പാലക്കാട് കോട്ടനെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും ചരിത്രം നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിലും കൂടുതൽ അറിവുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ നോക്കിയാൽ ഒരുപാട് കിട്ടും ട്ടോ അതിനെ പറ്റിയിട്ട്, എങ്ങനെയാണ് എന്താണെന്നൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് കിട്ടും. അപ്പോൾ ഞങ്ങളെന്തായാലും 5 പേരും കൂടെ കോട്ടൻ്റെ അകത്തൊക്കെ കയറി. വരുന്ന വഴിക്ക് തന്നെ നമുക്ക് എൻട്രൻസിൽ തന്നെ ഈ കോട്ടൻ്റെ അകത്ത് ഒരു കനാല് കാണാൻ പറ്റും ട്ടോ. ആ കനാല് എന്ന് പറഞ്ഞാൽ വലിയ കനാലാണ്. അതിനകത്ത് നിറയെ മീനുകളും ആമകളും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുട്ടായിയൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തപ്പോൾ ആമകളൊക്കെ നന്നായിട്ട് വന്ന് തിന്നുണ്ടായിരുന്നു, മീനുകളൊക്കെ. അങ്ങനെ അതിനകത്ത് കയറാനായിട്ട് ഞങ്ങൾ നോക്കിയിട്ടാ. പക്ഷേ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നമ്മൾ പാസ് എടുത്തിട്ട് വേണം ഇതിനകത്ത് കയറാനായിട്ട്. പക്ഷെ ഞങ്ങളത് പാസ്സൊന്നും എടുക്കാണ്ട് നമ്മൾ കയറാം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അവിടെ പാസ് എടുക്കുന്ന ആ ഒരു ഇതൊന്നും കണ്ടില്ല കേട്ടോ. ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പാസ് ഇല്ലാണ്ടും കയറാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഞാൻ കുറേ കാലമായല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ പാസ് എടുക്കണ കാര്യമൊന്നും അറിയില്ല. നമ്മൾ അപ്പുറത്തൊരു വാടികയുണ്ട്, അതിനകത്ത് കയറുകയാണെങ്കിൽ പാസ് എടുക്കണം. അപ്പോൾ ഇവിടെ വരാൻ പാസ് എടുക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ കോട്ടൻ്റെ അകത്തൊരു ശ്രീരാമൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. രാവിലെ നേരങ്ങളിൽ, രാവിലെയും വൈകുന്നേരമാണ് കേട്ടോ ഇവിടെ ഒരുപാട് തിരക്ക്. അമ്പലത്തിൽ വരുന്നവരുടെ തിരക്കും ഉണ്ടാവും, നമ്മൾ ഈ കോട്ടയിൽ കയറുന്നവരുടെ തിരക്കെന്ന് പറഞ്ഞ പോലെ. അങ്ങനെ നല്ല തിരക്കാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ രാവിലെ വരുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മളിതാ കോട്ടൻ്റെ അകത്തൊരു ശ്രീരാമ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് വേണം നമുക്ക് കോട്ടൻ്റെ അകത്ത് എൻ്റർ ആവാനായിട്ട്. അപ്പോൾ ഈ അമ്പലം കഴിഞ്ഞ ഉടനെ അവിടെ ചെക്ക് ചെയ്യാനായിട്ട് ആളുണ്ട്. ടിക്കറ്റ് കാണിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളെന്തായാലും ടിക്കറ്റൊന്നും എടുക്കാണ്ട് നല്ല സൂപ്പറായിട്ട് വന്നതാണ്. പക്ഷേ അവിടെ ഒരാൾ സെക്യൂരിറ്റി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കണ്ട വഴിക്ക് തന്നെ അവിടെ നിന്ന് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പം ഞാനാണ് ഇവരെയെല്ലാം തല്ലി വലിച്ചിട്ട് വന്ന് ടിക്കറ്റൊന്നും വേണ്ട നമുക്ക് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, അവസാനം ഇവരെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ, അത്രയ്ക്കും എന്താ പറയുക കളിയാക്കി കൊല്ലുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ ടിക്കറ്റൊന്നും എടുക്കാണ്ട് അതുവരെ ഒന്ന് പോയി കണ്ടിട്ട് വന്നു ട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ കല്ല് കൊണ്ട് ഉണ്ടാക്കിയത്. കല്ല് കൊണ്ടെന്ന് പറയുമ്പോൾ അത് കണ്ടില്ലേ, ഒറ്റ കല്ലാണ് ഈ ഒരു തൂണൊക്കെ കാണുന്നത്. അപ്പോൾ നല്ല വൈബാണ് കേട്ടോ. അവിടെ വന്നാൽ തന്നെ നല്ല എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയാണ്. നമുക്കിങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കാനായിട്ട് സുഖമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാതിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്കും നല്ല എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ളതാണ്. കോട്ട പോലെ തന്നെയാണ് ഇതിനകത്തുള്ള അമ്പലവും. അപ്പോൾ എന്തായാലും ഞങ്ങൾ കോട്ട മൈതാനത്ത് കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് കളിയാക്കലും എല്ലാം ഞാൻ കേൾക്കേണ്ടി വന്നു കേട്ടോ കൂടെ വന്ന ഫ്രണ്ട്സിൻ്റെ. കാരണം ടിക്കറ്റ് എടുക്കാണ്ട് കൂട്ടിയിട്ട് വന്നത് ഞാനാണല്ലോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ അവിടെ നമ്മുടെ എൻട്രൻസിൽ തന്നെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് ഈ ഒരു കോട്ട മൈതാനത്തിൻ്റെ ചരിത്രങ്ങളെല്ലാം അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ വന്നതും നമ്മുടെ പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം കാറ്റുകൊണ്ട് വർത്തമാനം പറഞ്ഞിരുന്ന് പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഒടുക്കത്തെ വിലയാണ്, നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഐസ്ക്രീം സാധാ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. എന്നാലും നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ പേപ്പർ കോണൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു അതേ റേറ്റ് ആയിരുന്നു നമ്മുടെ ഈ ഒരു സാധാരണ ഐസ്ക്രീം. കാരണം പലവിടെ നിന്നും പല ആൾക്കാരും വരുമ്പോൾ പറ്റിക്കാനായിട്ട് ഇവർക്ക് നല്ല എളുപ്പമാണ്. നമ്മൾ പോയി ചാടി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളിതാ പപ്സൊക്കെ മുട്ട പപ്സൊക്കെ വാങ്ങിയിട്ട് വന്നു കുട്ടികൾക്ക്. അങ്ങനെ ചായയും കൂട്ടി വൈകുന്നേരം കഴിച്ചു. പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു മാനസിക അവസ്ഥയൊന്നും അല്ലായിരുന്നു. കുറേ കറങ്ങിയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞാനിതാ വൈകുന്നേരത്ത് ചപ്പാത്തി ഉണ്ടാക്കി. ചിക്കൻ കുറുമിയാണ് കേട്ടോ ഉണ്ടാക്കി. ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉരുളക്കിഴങ്ങും വെച്ച് കുറുമി ഉണ്ടാക്കി. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി. അതായിരുന്നു കേട്ടോ വൈകുന്നേരം കഴിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ. ബൈ.